നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് കോർണറിൽ ഇതുപോലെ പച്ച കളറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറിൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ. അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, സ്വാഭാവികമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പല കളറുകളിൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കാം. പക്ഷേ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, ക്യാമറ ഓപ്പൺ ചെയ്യുന്നില്ല, മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ല, എന്നിട്ടും ഇതുപോലെ പല കളറുകളിൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ, ലൊക്കേഷൻ, മൈക്രോഫോൺ ഇതൊക്കെ ആരോ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാകാം അത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരായിരിക്കും. ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഒരുപാട് പെർമിഷൻസും നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും പെർമിഷൻ കൊടുത്തതിൻ്റെ പേരിലാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ആക്സസ് ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇത് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളുടെ മൊബൈലിലും നിങ്ങളൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ക്യാമറ ഓപ്പൺ ചെയ്താൽ കണ്ടോ, വലതുവശത്ത് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ക്യാമറയിൽ നിന്നും ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ മൈക്രോഫോൺ, ഇവിടെ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡറിൽ മൈക്രോഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെയും വലതുവശത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ നിന്നും നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇനി ഇതൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഇവിടെ കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ പെർമിഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പെർമിഷൻ മാനേജർ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പെർമിഷൻ മാനേജർ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ക്യാമറ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ അലോഡ് ഓൾ ദ ടൈം എന്ന ഭാഗത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് മാറ്റിയിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ മാറ്റി കൊടുത്തതാണ് ഇപ്പോൾ താഴെ കാണുന്നത്. ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ക്യാമറയുടെ പെർമിഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷന് വേണ്ട എങ്കിൽ അതിൽ നിന്നും ഡോൺ അലോ കൊടുക്കുക. എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ക്യാമറയുടെ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്പ് ലോക്ക്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ക്യാമറയുടെ പെർമിഷൻ വേണ്ട. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡോൺ അലോ കൊടുക്കുക. കാരണം അതിനൊക്കെ ക്യാമറയുടെ പെർമിഷൻ ആവശ്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് അതിലേതെങ്കിലും ക്യാമറയുടെ പെർമിഷൻ വേണ്ട എങ്കിൽ ഇതുപോലെ ഡോൺ അലോ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലോ ഓൾ ദ ടൈം എന്ന ഭാഗത്തേക്ക് ഇവിടെ ഗൂഗിൾ ഉണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഗൂഗിൾ അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ ലൊക്കേഷൻ്റെ പെർമിഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്, അതിൽ ലൊക്കേഷൻ പെർമിഷൻ വേണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻ, കാൽക്കുലേറ്റർ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, ആപ്പ് ലോക്ക്, അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊന്നും ലൊക്കേഷൻ്റെ പെർമിഷൻ വേണ്ട. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് വരാം. ഇവിടെ മൈക്രോഫോൺ എന്ന ഭാഗമുണ്ട്. അവിടെയും ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും അലോ ഓൾ ദ ടൈം എന്ന ഭാഗത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെയും മൈക്രോഫോണിൻ്റെ ആവശ്യം ഇല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൽ കൊടുത്ത പെർമിഷൻ ഇതുപോലെ ഡോൺ അലോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തന്നെ ക്യാമറ, മൈക്രോഫോൺ, അതുപോലെ തന്നെ ലൊക്കേഷൻ ഒരിക്കലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ച സെറ്റിങ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching. Bye-bye.